അടുത്തതായി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ആഘോഷിക്കുന്ന ഒരു വലിയ വിശേഷത്തെക്കുറിച്ചാണ് നമ്മൾ ലോകയിൽ ഇനി കാണാൻ പോകുന്നത്. ലോകം മുഴുവൻ ഇപ്പോൾ ഒരു പുത്തൻ വർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ജനുവരി 1-ാം തീയതി ആഘോഷിക്കുന്ന ന്യൂ ഇയർ പോലെ അല്ല ഇത്. ചന്ദ്രന്റെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ലൂണ ന്യൂ ഇയർ ആണ്. ചൈനീസ് സോഡിയാക് പ്രകാരം ഓരോ വർഷവും ഓരോ മൃഗങ്ങളുടെ പേരാണ് നൽകുക. എന്നാൽ ഇത്തവണ വരുന്നത് വെറും ഒരു വർഷമല്ല, 60 വർഷത്തിലൊരിക്കൽ മാത്രം എത്തുന്ന ഇയർ ഓഫ് ദി ഫയർ ഹോഴ്സ് ആണ്. എന്താണ് ഈ വർഷത്തിന്റെ പ്രത്യേകത? ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഏഷ്യൻ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ വർഷത്തെ ഇത്രയധികം ഭയക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്? ആദ്യം തന്നെ എന്താണ് ഈ ലൂണ ന്യൂ ഇയർ എന്ന് ലളിതമായി പറയാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന് പകരം ചന്ദ്രന്റെ കലണ്ടർ, ലൂണ കലണ്ടർ പിന്തുടരുന്നവർ ആഘോഷിക്കുന്ന പുതുവർഷമാണിത്. ചൈന, വിയറ്റ്നാം, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് വലിയൊരു ഫെസ്റ്റിവലാണ്. ഓരോ വർഷവും 12 മൃഗങ്ങളിൽ ഒന്നിന്റെ പേരിൽ അറിയപ്പെടും. എലി, കാള, പുലി അങ്ങനെ പോകുന്ന ആ ലിസ്റ്റിൽ ഇത്തവണത്തെ താരം കുതിരയാണ്, അഥവാ ഹോഴ്സ്. ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ് വരുന്നത്. ചൈനീസ് ജ്യോതിഷം അനുസരിച്ച് 12 മൃഗങ്ങൾ മാത്രമല്ല, 5 എലമെന്റുകളുമുണ്ട്: മെറ്റൽ, വാട്ടർ, വുഡ്, ഫയർ, എർത്ത്. കുതിരയും ഫയർ എലമെന്റും ഒന്നിച്ചു വരുന്നത് 60 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്. അവസാനമായി ഇത് വന്നത് 1966-ലാണ്. ഇപ്പോൾ 2026-ൽ വീണ്ടും ആ ഫയർ ഹോഴ്സ് വർഷം എത്തുകയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? കുതിര തന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ജീവിയാണ്. അതിനൊപ്പം തീ, ഫയർ കൂടി ചേരുമ്പോൾ ആ എനർജി ഡബിൾ ആകും. ഈ വർഷം ജനിക്കുന്നവർ വളരെ ക്രിയേറ്റീവ് ആയിരിക്കും, സ്വതന്ത്രമായി ചിന്തിക്കുന്നവരായിരിക്കും എന്നാണ് വിശ്വാസം. ദേ ആർ ബോൺ ലീഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. പഴയ കാലത്ത് ചൈനയിലും ജപ്പാനിലും ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഫയർ ഹോഴ്സ് വർഷത്തിൽ ജനിക്കുന്ന പെൺകുട്ടികൾ അല്പം തൻ്റെ ഇടം കൂടിയവരായിരിക്കും, അത് കുടുംബത്തിന് ദോഷം ചെയ്യുമെന്നൊക്കെ. ഇതൊക്കെ വെറും സൂപ്പർസ്റ്റിഷൻസ്, അതായത് അന്ധവിശ്വാസങ്ങളാണെങ്കിലും ഇതിന്റെ പ്രത്യാഘാതം വലുതാണ്. 1966-ൽ ജപ്പാനിലും ചൈനയിലും ജനനനിരക്ക് വല്ലാതെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകൾ ഈ വർഷം കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിച്ചു. എന്നാൽ ആധുനിക കാലത്ത് ഈ ചിന്താഗതി മാറുകയാണ്. ഇന്നത്തെ ജനറേഷൻ ഇതിനെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് കാണുന്നത്. ലൂണ ന്യൂ ഇയർ എന്ന് പറയുന്നത് കേവലം ഒരു ആഘോഷം മാത്രമല്ല, അതൊരു വലിയ ഇക്കണോമിക് ഇവന്റ് കൂടിയാവുകയാണിപ്പോൾ. ലക്ഷക്കണക്കിന് ആളുകൾ ചൈനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും തങ്ങളുടെ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. ഷോപ്പിംഗ്, ഗിഫ്റ്റുകൾ, വിരുന്ന്, അങ്ങനെ വിപണിയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ് ഈ ദിവസങ്ങളിൽ നടക്കുന്നു. നിഗൂഢതകളും ആഘോഷങ്ങളും നിറഞ്ഞ ഒരു ഫയർ ഹോഴ്സ് വർഷത്തിനാണ് തുടക്കമായിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ മാറ്റിവെച്ചാൽ പുതിയൊരു ഊർജ്ജത്തോടെ മുന്നേറാൻ പ്രേരിപ്പിക്കുന്ന ഒരു വർഷമാണിത്. കുതിരയുടെ വേഗതയും തീയുടെ പ്രഭയും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.